ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി വഴുതനങ്ങ ഗ്രേവിയുടെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഇത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതുപോലെ വലിയ വഴുതിരിങ്ങ നോക്കി എടുക്കാം കേട്ടോ. ഒരു 2 വഴുതിരിങ്ങ, എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഇത് നടുവിൽ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പുഴുവൊക്കെ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കിതൊന്ന് ഓയിലൊക്കെ തേച്ചിട്ട് മാറ്റി വയ്ക്കാം. തക്കാളിയും പച്ചമുളകും എല്ലാം ഇതുപോലെ ഒന്ന് ഓയിൽ പുരട്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നല്ല പോലെ വെന്ത് കിട്ടണം. ഞാൻ വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇതാണ്ട് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പച്ചമുളകും തക്കാളിയും വഴുതനങ്ങയൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലൊരു പുകയുടെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നല്ല രുചിയാണ് ഈ ഒരു ഗ്രേവിക്ക്. ഇനി നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ പുറത്തത്തെ തോലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലൊരു സ്മോക്കിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവി ആട്ടോ. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല രുചിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഞാനെല്ലാം എന്താ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ എന്താ ഒന്ന് ഉടച്ചും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മിക്സിയിലൊന്നിട്ട് അരക്കരുത് കേട്ടോ. നല്ലപോലെ ഒരു സ്മാഷർ നീ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല പോലെ ഒരു ഗോൾഡൻ കളർ ആവട്ടെ, അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി ഒരുപാട് ലൂസായി പോകരുത്, ചെറുതായിട്ടൊരു ലൂസ് അത്ര മതി കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം അത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. വേണ്ട, ഈ ഒരു അളവിൽ മതി നമ്മുടെ ഗ്രേവിൻ്റെ ലൂസ്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ചധികം മല്ലിയില അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. വേണ്ട, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വഴുതനങ്ങ ഗ്രേവിയാണ്. നല്ല ടേസ്റ്റാണ്. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുവരെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.